നമസ്കാരം. പ്രണവത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മരണമില്ലാത്ത യോഗി എന്നറിയപ്പെടുന്ന അവധൂതൻ ശിവപ്രഭാകര യോഗിയുടെ ചിങ്ങോലി ആശ്രമ സന്നിധിയിലാണ് നമ്മളിപ്പോൾ. മരണമില്ലാത്ത യോഗി എന്നറിയപ്പെടുന്ന അവധൂതൻ 1980 ശിഷ്യൻ ഗുരുഫാസ് ശിവയോഗിയോടൊപ്പം ചിന്തിച്ച് തനിക്കൊരു ആശ്രമം ഇവിടെ വേണമെന്ന് താല്പര്യത്തോടു കൂടി സ്ഥാപിച്ചതാണ്. ഇന്നിപ്പോൾ ഇതിന്റെ മഠാധിപതി ആയിരിക്കുന്ന രമാദേവി അമ്മ സമ്പൂർണമായി ആശ്രമത്തിന്റെ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നു. നമ്മുടെ ആശ്രമത്തിന്റെ നിത്യ നിദാന പരിപാടികൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മ ഇവിടെ കൃത്യമായിട്ട് എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഗുണം എന്നൊക്കെയാണ്. ഇവിടെ ഈശ്വരനാമം ജപിക്കുന്ന ആരും കടന്നു വരാറുണ്ട്. ജാതിമത വ്യത്യാസം ഇല്ലാതെ ചിലരൊക്കെ വരാറുണ്ട്. നമ്മൾ അതൊന്നും പറയുന്നില്ല. ദൈവത്തെ ആരറിയുന്നു അവര്. ഇവിടെ പ്രധാനമായിട്ട് ഒരു ക്ഷേത്രാചാരം അല്ല, യോഗിയാണ്. യോഗി എന്ന് പറഞ്ഞാല് നമുക്ക് അതിനും അപ്പുറം പോയ അവധൂതനാണ്. ഒരു അവധൂതൻ ഇരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും എല്ലാ ദേവതകളുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗിയുടെ ഈ മണ്ഡപം, ഇവിടെ നിത്യവും നമ്മൾ ധ്യാനം മാത്രമാണ് ഉള്ളത്. ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരാരും ഭക്തിക്കോ അല്ലെങ്കിൽ മുക്തിക്കോ അല്ല വരുന്നത്. അവരുടെ ഭൗതിക ജീവിതത്തിന്റെ ഒരു ആത്യന്തികമായ ദുരിതഘട്ടത്തിലാണ് ഇവിടെ ഓരോരുത്തരും വന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് നമ്മൾ ഉപകരിക്കുന്നതെന്നൊരു ചോദ്യം വരും. അത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പിന്നെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ പൂർവ്വ ദുരിതം നമുക്ക് സ്വാമി പറഞ്ഞു തരും. കാര്യം 7 നൂറ്റാണ്ടുകൾക്കകത്തുള്ള കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരും, അതിനകത്ത് ജനിച്ചവരാണ് വരുന്നതെങ്കിൽ. അപ്പൊ അവർക്ക് പൂർവ്വജന്മത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താണ്, എന്തുകൊണ്ട് അവരിവിടെ മക്കളില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ മക്കൾ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ഭൂമി നഷ്ടമാകുന്നു, അല്ലെങ്കിൽ ജോലി പോകുന്നു, അല്ലെങ്കിൽ എന്തിന് തൊട്ടാലും അത് പരാജയത്തിൽ പോകുന്നു, രോഗം ഇത്യാദി കാര്യങ്ങളാണല്ലോ ഭൗതിക ജീവിതത്തില്. അതായത് കൊടുങ്കാറ്റ്, പേമാരി, ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം. ഈ 3 കാര്യങ്ങള് നമുക്ക് പ്രകൃതി ദുരന്തങ്ങളും ഈ 3 കാര്യങ്ങളും നമുക്ക് ഉള്ളതാണ് മനുഷ്യ ജീവിതത്തില്. അപ്പൊ അത് മഹാപ്രഭുക്കന്മാരായ യോഗികൾ എന്ന് പറയുന്ന അവര് ഭൂമിയെ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങൾക്കും അതീതനാണ് പ്രഭാകര സിദ്ധിയോഗി. നാം ആഗോള ഭൂഗോള ഖഗോള സഞ്ചാരിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു തരും, ഈ വ്യക്തിക്ക് കഴിഞ്ഞ ജന്മം ഇന്ന തെറ്റ് വന്നിട്ടുണ്ട്. ഒന്നുകിൽ അവരെ പൂർവികരെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നാഗങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർവ്വ കുടുംബം വിറ്റുപോയി വേറെ എവിടെയോ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങള് കൃത്യമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറയും. ഇപ്പൊ ഒരു 5-6 പേര് വരുമ്പോ ആ ഒരാൾ ഇരുന്നിട്ട് സംസാരിക്കുമ്പോ എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം നോക്കണം, വിസ കിട്ടണം, മകന് കല്യാണം നടക്കണം, മകൾക്ക് കല്യാണം നടക്കണം, എല്ലാവരും സുഖമായിട്ട്, ഇതൊന്നും നടക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു തരുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം, അതായത് ഇപ്പോഴത്തെ സഞ്ചിതമായ പ്രാരബ്ധങ്ങളുമായിട്ട് വന്നുള്ള പ്രസന്റ് ലൈഫില് ഭാവിയല്ല പറയുന്നത്, ഇതിന്റെ പൂർവ്വമാ പറയുന്നത്. അപ്പൊ പൂർവ്വം ശരിയായില്ലെങ്കിൽ ഭാവിയും ശരിയാകത്തില്ല. അപ്പൊ അത് വർത്തമാന കാലത്തെ സഞ്ചിതമായി ഇയാൾ അനുഭവിക്കുന്നതിനെ പ്രാരബ്ധം എന്നാണ്. അതൊരു ക്ലൂ തരും സ്വാമി. ഈ യാതൊരു സംശയമില്ല. കാരണം 40 വർഷമായിട്ട് തപസ്സനുഷ്ഠിക്കുന്നതുകൊണ്ട് നമ്മുടേതായ ആ ഒരു ഹൃദയം എന്ന് പറയുന്ന, അല്ലെ നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്ന ക്ലീൻ സ്ലേറ്റ്, ശുദ്ധബോധം അവിടേക്ക് കിട്ടും. അത് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് പരിഹാരക്രിയകളുണ്ട്. ആയുർവേദം, ജ്യോതിഷം, യോഗ, ഹോമ സംസ്കാരങ്ങൾ തുടങ്ങി ഭൗതിക സുഖ പരിഹാരങ്ങളും ജപതപ ഹോമാദികളിലൂടെ ആത്മീയ പുരോഗതിയും നൽകി വരുന്നു. ഇവിടെ അപ്പുറത്ത് ഉള്ളതെന്ന് പറയുന്നത് ഒറിജിനലായിട്ട് അദ്ദേഹം വന്ന് കയറിയതാണ്. അവിടെ നവഗ്രഹങ്ങളുണ്ട്, നവഗ്രഹ പൂജയുണ്ട്, അവിടെ മൃത്യുഞ്ജയ ഹോമമുണ്ട്. അതുകൂടാതെ ധന്വന്തരി മൂർത്തിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് തന്നേക്കുന്ന അദ്ദേഹത്തിന്റെ താളിയോലകളാണ്, മരുന്നുകളാണ്. ഈ മരുന്നുകൾ ആർക്കും വെച്ചിട്ട് പോയില്ല. ഇവിടെ വെച്ചിട്ട് പോവുകയാണ് ഈ നമ്മുടേതായിരിക്കുന്ന ആയുർവേദ പ്രിസ്ക്രിപ്ഷൻസ്. അതാണ് താളിയോലയിലുള്ളത്. അതായത് സിദ്ധമുണ്ട്, ആയുർവേദമുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ നിർമ്മാണം, അതിന്റെ ഉപയോഗം ഏതെല്ലാം രോഗത്തിന്. നമ്മൾ 3-4 മരുന്നുകൾ ഇവിടെ പ്രായോഗികമായിട്ട് ഉപയോഗിച്ച് ഒരു 25-30 വർഷമായിട്ട് ഫലം കണ്ടതാണ്. നമ്മുടെ ശിവഭദ്രം എന്ന് പറഞ്ഞൊരു എണ്ണ അതിവിടെ ഉണ്ട്. അപ്പൊ അത് മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെയാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു, നീ ഒന്നും വിഷമിക്കണ്ട, ഇവിടെ വൈദ്യനുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവചനം ശരിയായി. ഇപ്പൊ ഇവിടെ തന്നെ ഒരു നമ്മുടെ മകളുടെ മകന് ആയുർവേദം പാസ്സായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്, ആരംഭിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ താളിയോലകളിൽ നിന്നുള്ള മെഡിസിൻസ് നമ്മൾ അത് ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾക്കാണ് കൂടുതൽ. ഒട്ടും ഉറക്കമില്ലാതെ വരുന്നവര്, പ്രഷർ വന്നിട്ട് ഇത് തളം വെച്ച് വിടും നമ്മള്.
പിന്നെ ഇത് ധാരയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് വൈദ്യശാലകളിൽ. അപ്പൊ അത് വിപുലമായ രീതിയിലേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ ലൈസൻസ് കാര്യങ്ങളെല്ലാം എടുത്തു വരുന്ന ക്രമീകൃത ലൈസൻസ് ഉണ്ട്. നമുക്ക് രമാംബിക ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ് നമ്മൾ 20 വർഷത്തിന് മുമ്പേ ഫാർമസി തുടങ്ങിയതാ. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രവർത്തന സമയമായതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. രണ്ടാമതെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ ഹോമത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാ. അതായത് പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ വർത്തതെ തൽശാന്തി ഔഷധി യവതപ ഹോമാദിവി. അതായത് ദൈവ വ്യപാശ്രയ ചികിത്സ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതിന്റെ ആ രണ്ടാമത്തെ ഭാഗം ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമ്മള് ആധുനിക വൈദ്യശാസ്ത്രം അനുസരിച്ച് നമ്മളെ പിന്നെ അവയവ മാറ്റം ചെയ്യുക, നമ്മളെ ഒരുപാട് പുതിയ പുതിയ മെഡിസിൻസ് ഒക്കെ അങ്ങ് പറയുക ജനങ്ങള്, ഇൻസുലിൻ കുത്തിവെക്കുക അങ്ങനെ. പക്ഷേ ഇത് ശരീരം പഴയ ശരീരം തന്നെ എല്ലാവരുടെയും. ചരകനും ശുശ്രുതനും ഒന്നും തെറ്റു പറ്റാറില്ല, പ്രഭാകര സിദ്ധിയോഗിക്കില്ല. അപ്പൊ എത്ര മെഡിസിൻ നിങ്ങൾ വെച്ചോ, ഇനി എന്തെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി പോയോ, പക്ഷേ ഇവിടെ ഈ ശരീരം തന്ന ഒടയ തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ചെയ്ത എന്തെങ്കിലും ഒരു പൂർവ്വപാപത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന രോഗം, പ്രഷർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും തളർവാദമാണെങ്കിലും എല്ലാം. അത് പിന്നീട് ഞാൻ അതിന്റെ ശാസ്ത്രബുദ്ധിയെ തന്നെ അത് വിവരിക്കാൻ എനിക്ക് ഒരു പാടുമില്ല, ഞാൻ പഠിച്ചിരിക്കുകയാണ്. അത് ചട്ടമ്പിസ്വാമി തിരുവടികൾ ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ബോഡി എന്തുകൊണ്ട് ഈ ബോഡിയിൽ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക രോഗം വരുന്നത്, അതിനാണ് നമ്മൾ ഹോമം ചെയ്യുന്നത്. അപ്പൊ ജപം തപം ഹോമം. ഹോമം എന്തിനാ ചെയ്യുന്നേ? ഇത് അനേകം ദേവശക്തികൾ, അത് ദൈവീക കണങ്ങൾ എന്ന് പറയാം, ദൈവ കണങ്ങള്. ദേവന്മാര് ആഗ്നേയ ശരീരങ്ങളാണ്. ശംനോ ഇന്ദ്രോ ശംനോ വർണ്ണോ ശംനോ രുദ്ര രുക്രമ എന്ന് പറഞ്ഞ് നമ്മൾ ഉപനിഷത്തിൽ പറയുന്നത് ഈ ദിഗ്ദേവതകൾക്കെല്ലാം കൊടുക്കണം, അവരുടെ ആവിർഭാവം കൊടുക്കണം. ഒരു ഗണപതി ഹോമം പോലും ആരും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഹവിസ് കൊടുക്കുന്നുണ്ട്. നവധാന്യ ഹോമങ്ങള്, നവഗ്രഹ ഹോമം, ഒരുപാട് തന്ത്രിമാരൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ട്. ഒരുപാട് പേരുടെ സഹായം ഇവിടെ ഉണ്ട്. ഈ കേരളത്തിലെ അറിയപ്പെടുന്ന തന്ത്രികമാര് പലരും ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കൊടുക്കുന്നുണ്ട്. മൃത്യുഞ്ജയം, തിലഹോമം, നവഗ്രഹ ഹോമം. ഇനിയിപ്പോ നവരാത്രി കാലത്ത് എന്ന് പറഞ്ഞാൽ 9 ദിവസവും നവധാന്യ ഹോമമാണ്. ലഘു ചണ്ഡിക ഉപയോഗിക്കുകയും ചെയ്യും അവിടെ. അപ്പൊ ജപതപ ഹോമാദികളുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ അന്നദാനമാണ്. ഇത് നമ്മൾ പറയും ട്രീറ്റ് കൊടുത്തൊന്നും, ഇവിടെ അങ്ങനെയല്ല. പ്രഭാകര സിദ്ധിയോഗിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. ജീവനെ വേറെ ആയിട്ട് കാണാൻ ഒക്കുവോ? ഈ പ്രപഞ്ചത്തിലെ ഈച്ച പൂച്ച തൊട്ട് മനുഷ്യനും എല്ലാം ജീവജാലങ്ങളാ. അപ്പൊ അത് ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുമ്പോൾ മാത്രമേ പ്രകൃതി നമുക്ക് വല്ലതും തരികയുള്ളൂ. അപ്പൊ നമ്മൾ പക്ഷിമൃഗാദികളെ എല്ലാം ഉൾക്കൊണ്ട വസുദൈവ കുടുംബം എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ. ഇത് ചെറിയൊരു വ്യവസ്ഥയിലല്ല. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമായിരിക്കണം. രണ്ടാമത്, മറ്റുള്ളവർക്ക് വേദനാജനകമായ ഒരു കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അതാണ് സ്വാമിയുടെ ഏറ്റവും വലിയൊരു ഉപദേശം. നിരന്തരമായിട്ട് ആധ്യാത്മിക സാധനകൾ ചെയ്യാനുള്ള ഉപദേശങ്ങൾ തരുമായിരുന്നു. അങ്ങനെ അദ്ദേഹം എപ്പോഴും ഞങ്ങൾ സ്മരിക്കപ്പെടുന്നത് ഒരു മഹാപ്രഭുവും ഒരു അവധൂത പുരുഷൻ, അവധൂതൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു നാമവും രൂപവും സ്വീകരിച്ചിരിക്കുന്ന ബ്രഹ്മം തന്നെയായിരുന്നു പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്നത്. നാമരൂപങ്ങൾക്ക് അതീതമായിട്ടുള്ളതാണ് ബ്രഹ്മമെങ്കിലും നാമരൂപങ്ങളിലൂടെ ഒരാള് ബ്രഹ്മത്തെ നമ്മൾ കൽപ്പിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ പ്രഭാകര സിദ്ധിയോഗി തന്നെയായിരുന്നു എന്നാണ് നമ്മുടെ ദൃഢമായിട്ടുള്ള നിശ്ചയം. ഈ 45 വർഷമായിട്ടും ഞാനൊരു സാധന ചെയ്യുമ്പോൾ ഈച്ച പൂച്ച തൊട്ട് ബ്രഹ്മാണ്ടത്തിൽ, ബ്രഹ്മാവ് തൊട്ട് ഈച്ച കയറുമ്പോൾ എന്റെ കുടുംബക്കാര്, അല്ലാതെ പേഴ്സണൽ ലൈഫോ എന്റേതെന്ന് പറയുന്ന ഇന്നവരോ നമ്മുടെ ആ ഒരു വ്യവസ്ഥാപിതമായ ബന്ധങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം നമ്മുടേതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയമില്ല. ലോകം നമ്മുടേതല്ലേ, ഈശ്വരൻ എല്ലാവരിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കുടുംബക്കാരാണ്. അങ്ങനെയാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നദാനം പ്രധാനമാണ്. പിന്നെന്ന് പറയുന്നത് ജ്ഞാനദാനമാണ്. എത്ര യജ്ഞങ്ങളവിടെ നടത്തുന്ന അറിയോ? രാമായണ യജ്ഞം, ഭാഗവത യജ്ഞം, ദേവി ഭാഗവത യജ്ഞം, ഭഗവത്ഗീത യജ്ഞം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ഈ 10-40 എണ്ണമായി. ഇപ്പം 1987 തൊട്ട് ഇവിടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സമാധി കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങനെ നിത്യമായിട്ട് യജ്ഞം നടക്കുന്ന ഭൂമിയായത്. ഇതൊരു യജ്ഞ ഭൂമി തന്നെയാണ്. അപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്, ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്, രാമായണം പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളെ ധാരാളം പേര് വരുന്നുണ്ട്. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായിട്ട് 2-3 യൂട്യൂബിലൊക്കെ ഇട്ടതുകൊണ്ട് ഏകദേശം ഒരു 1000കണക്കിനല്ല, 70,000-70,000 ആൾക്കാർ അതൊക്കെ കണ്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ചിലര് രാമായണം എന്താന്ന് പഠിപ്പിക്കാന്, ചിലര് യോഗയുടെ സംശയം തീർക്കാന്, ചിലര് മെഡിസിൻ വാങ്ങിക്കാന്, ചിലര് കുടുംബത്തിലെ ദുരിതങ്ങൾ തീർക്കാന്, എല്ലാത്തിനും ഒരു പോംവഴി സ്വാമി തിരുവടികൾ പറയുന്നുണ്ട്. നമ്മൾ ആൾദൈവമായിട്ടോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ സനാതനമായ ധർമ്മം പ്രചരിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ.
അപ്പം ഇത് ആ യോഗ ദണ്ഡാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം യുഗങ്ങളോളം 700 വർഷം കൊണ്ട് നടന്നു എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. അപ്പൊ നമുക്കൊരു ബലം കിട്ടും. നമ്മൾ ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് വലിയ വൈബ്രേഷനാണ്. അത് പല ഉപകാരങ്ങൾ ഇതുകൊണ്ടുണ്ട്. അപ്പൊ അതേമാതിരി ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലാഭേച്ഛ നോക്കിയിട്ടല്ല. നമ്മൾ 2 സെഷനാണ്, കർമ്മമുണ്ട്, ആ ഈ അഗ്നിഹോമങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ജ്ഞാനദാനം, അന്നദാനം, ജ്ഞാനയോഗം, ഭക്തിയോഗം, പ്രധാന ഭാഗവതമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരിപൂർണമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇവിടെ. അത് ഇത്ര യജ്ഞങ്ങൾ നടത്തുന്നത് തന്നെ ഞാൻ തന്നെ 3000-ഓളം യജ്ഞങ്ങൾ പുറത്ത് ചെയ്തിട്ടുണ്ട്. അമ്മയോടൊപ്പവും കുടുംബവും നിരന്തര ആത്മീയ പ്രവർത്തനത്തിൽ മുഴുകി സേവനം നടത്തുന്നു. 3 തലമുറ വരെ താൻ ഇവിടെ ഉണ്ടായിരിക്കുമെന്നാണ് യോഗിയുടെ പ്രവചനം. മധ്യ തിരുവിതാംകൂറിന്റെ ചരിത്രം അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രീ ശിവപ്രഭാകര സിദ്ധേശ്വര ആശ്രമം ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ലോകഗുരുവായ ശ്രീ ശിവപ്രഭാകര സിദ്ധേശ്വരൻ ഈ ഒരു സ്ഥാനം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ബ്രിട്ടീഷ് പടയോട കാലഘട്ടത്തിൽ വേലുത്തമ്പി ദളവ സ്വയം മരിച്ചതിന് ശേഷം അവിടെ നിന്ന് പലായനം ചെയ്തു വന്ന ഉപാസകനോടൊപ്പം എത്തിയ ദേവി, ഈ ഭദ്രകാളിയമ്മ, മണ്ണടി പരദേവത കുടികൊള്ളുന്ന സ്ഥലമാണിത്. ഈ സ്ഥലം ഇത്രയും വൈശേഷികത ഉള്ളത് കൊണ്ടാണ് ശിവപ്രഭാകര യോഗിയെ പോലുള്ള ഒരു മഹായോഗി ഇവിടെ വന്ന് വിശ്രമിച്ചതും ദീർഘനാളുകൾ കഴിഞ്ഞതും ഇങ്ങനെ ഒരു ബ്രഹ്മസ്ഥാനം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് പ്രതിഷ്ഠ ചെയ്തു. ആ ദേവിയെ ഇന്നും പാരമ്പര്യമായിട്ട് പൂജിക്കുന്ന കളരി ഇവിടെയുണ്ട്. ആ കളരിയിൽ തന്നെ അദ്ദേഹം കൊണ്ടു തന്നിട്ടുള്ള സാളഗ്രാമ ശിലകള്, ശ്രീചക്രം, താളിയോല ഗ്രന്ഥങ്ങള്, വളരെ അത്യപൂർവമായിരിക്കുന്ന മന്ത്ര രഹസ്യങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങള്, ആയുർവേദ സംബന്ധമായിരിക്കുന്ന മരുന്നുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കളരിയിൽ ഇന്നും സൂക്ഷിക്കുന്നു. ഈ കളരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഉടവാള്, ഇത് ആർക്കിവൈസ് ഡിപ്പാർട്ട്മെന്റുകാർ പോലും വന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. രാജഭരണ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഉടവാള്. ഈ ഉടവാളിലാണ് ദേവിയെ ആവാഹിച്ചു കൊണ്ടുവരുന്നത്. ആ ദേശക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവി ചൈതന്യത്തെ, ശ്രീ കാവിൽപ്പടിക്കൽ ക്ഷേത്രത്തിൽ ഇന്ന് ആരാധിക്കുന്ന ദേവി ചൈതന്യത്തെ ഈ ഉടവാളിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആവാഹിച്ചു. ആ ഉടവാൾ എന്നും ഈ കളരിയിൽ വെച്ച് പൂജിക്കുകയാണ്. ഈ കളരിയിൽ അദ്ദേഹത്തിൻ്റെതായ അനുഗ്രഹ സിദ്ധികൾ കൊണ്ട് ആര് വന്നിരുന്നാലും അമ്മയുടെ നിറസാന്നിധ്യം കൊണ്ടും ശ്രീ ശിവപ്രഭാകര സിദ്ധേശ്വരന്റെ മഹത്തരമായ സാന്നിധ്യം കൊണ്ടും ഈ മണ്ണിൽ വന്ന് എന്ത് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്നാലും ജനങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട്. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയം, ശ്രീരാമ ശ്രീരാമഭദ്ര ജയ, അഗണ്യ ഗുണമാദ്യമവ്യയമപ്രമേയമഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം, പരമം പരാപരമാനന്ദം പരമാത്മാനം വരദമകം പ്രണതോസ്മി സന്തതം രാമം, മഹിതകടാക്ഷ വിക്ഷേപിതാമരൗസുജം രഹിതാവദേ സുഖമിന്ദിരാ മനോഹരം. ഹൃദയങ്ങളിൽ വാഴുന്ന എന്റെ പൊന്നു തമ്പുരാട്ടിക്ക് ഒരു പ്രണാമം അർപ്പിക്കട്ടെ. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഒരു മെമ്മറി ഒന്ന് റീവൈൻഡ് ചെയ്യാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചിങ്ങോലി ശിവപ്രഭാകര സിദ്ധാശ്രമം എന്ന് പറയുന്ന ഒരു മഹാസ്ഥാനമുണ്ട്. പൊന്നു തമ്പുരാട്ടി 2 തവണ സന്ദർശിച്ച് ആ പാദം പതിഞ്ഞിട്ടുള്ളതാണ്. അവിടെ ശിവപ്രഭാകര സിദ്ധയോഗി എന്ന് പറയുന്ന മരണമില്ലാത്ത യോഗിയുടെ ആസ്ഥാനമാണത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാന്റെ ഏറ്റവും വിശ്വസ്തരായ കുറെ ആളുകൾ അവിടെ താമസിച്ചിട്ടുണ്ട്. ചെമ്പകപ്പള്ളി കൊട്ടാരം എന്ന്. അത് പിന്നീട് ചരിത്രം പറയരുത്, അത് തീ വെച്ച് നശിപ്പിക്കുമായിരുന്നു. അപ്പൊ തമ്പുരാൻ രാജ്യഭരണമേറ്റപ്പോൾ പുതുക്കോയ്ക്കൽ കൊട്ടാരം എന്ന് പറഞ്ഞ് കാർത്തികപ്പള്ളിയിൽ ആ കൊട്ടാരം ശരിയാക്കി തന്നിട്ടുണ്ട്. അടുത്തടുത്ത ബന്ധങ്ങൾ. ഞങ്ങളുടെ തമ്പുരാട്ടിയെ ഞങ്ങളുടെ കാർത്തികപ്പള്ളി ദേശത്ത് പഞ്ചവാദ്യത്തോടും തിരുവാർമള വഞ്ചിപ്പാട്ടോടും ബഹുജന റാലി തന്നെ എന്ന് വേണം പറയാൻ. അതിന്റെ ഫോട്ടോയാണ് കണ്ടു. ഈ ഫോട്ടോ ഇത്ര കാലമായിട്ട് വെക്കാൻ പറ്റിയില്ല. ഫോട്ടോ എടുത്ത് വെക്കുന്നതല്ലാതെ ഈ തൃക്കൈകൾ ഏൽപ്പിക്കണം, ഇവിടെ നിന്ന് ഏൽപ്പിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ട് പത്മശ്രീ പുരസ്കാരം കിട്ടുമ്പോൾ ഞങ്ങളുടെ കാർത്തികപ്പള്ളി ദേശത്തിന്റെയും ആലപ്പുഴയുടെയും എന്ന് വേണ്ട ഞങ്ങൾ അനേകം തമ്പുരാട്ടിയുടെ ആ ഒരു
ഓർമ്മയിൽ ഉലകം കൊള്ളുന്നവരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് കൊടുക്കുകയുള്ളത്. 2007 തിരുവിതാംകൂർ കൊട്ടാരത്തിലെ നവരാത്രി മണ്ഡപത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞം നടത്തിയ സാഹചര്യം അമ്മയ്ക്കൊന്ന് വിവരിക്കാമോ? ഉത്രാടനാൾ മഹാരാജാവ് തിരുമനസിന്റെ ഏക സഹോദരിയുടെ മകളാണ് ഞാൻ. തിരുമനസിന്റെ സഹധർമ്മിണി ശ്രീമതി രാധാദേവി അമ്മച്ചിക്ക് ജ്യോതിഷപ്രകാരം ഒക്കെ സമയം വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ എത്രയോ ശിവക്ഷേത്രങ്ങളിൽ അവിടെ ഓരോ അർച്ചന വഴിപാടുകൾ നടത്തണം, ഇങ്ങനെ പുണ്യകർമ്മങ്ങള് ചെയ്യണം എന്നെല്ലാം പലതും പറഞ്ഞിരുന്നു. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ ജനറലായിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ അതനുസരിച്ച് കൊച്ചമ്മാവൻ ഉത്രാടനാള് ഒരുപാട് ശിവക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, അനവധി ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് പ്രൗഢഗംഭീരമായ അതിന്റെ ഒരു പുണ്യം പ്രൗഢഗംഭീരം തന്നെയാണ്. അപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യം തന്നെയാണ്. അപ്പൊ ഭാഗവതം ഒരു ആചാര്യമുഖത്തിൽ അതിനെക്കാട്ടിലും പുണ്യം. പിന്നെ നടത്തിയ സ്ഥലം എത്രയോ വൈദിക കർമ്മങ്ങളുടെ മാറ്റൊലി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പൊ എല്ലാം കൂടെ അപ്പൊ അമ്മ ചിങ്ങോളിയിൽ നിന്നും രമാദേവി അമ്മ വന്നിരുന്നു. അമ്മാവന് ചോദിച്ചു, ഒരു ഭാഗവത സപ്താഹം നടത്താമോ എന്ന് ചോദിച്ചു. അമ്മ തന്നെ ആണ് വന്ന് വായിച്ചതും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ശിഷ്യര് പോലും ഇല്ലാതെ തനിച്ച് തന്നെയാണ് വായിച്ചതെന്നാണ് എന്റെ ഓർമ്മ. അത് അമ്മ തന്നെ പറയണം, വേറെ ആരെങ്കിലും കൂടെ വായിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ നടത്തുകയായിരുന്നു. അപ്പൊ അതായിരുന്നു ഒരു കാരണം അന്ന്. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഉപാസനമൂർത്തി ഉപാസകനും ഒന്ന് തന്നെയാണ്. അല്ല, എന്നോട് സംശയമല്ല ആർക്കെങ്കിലുള്ള ചോദിക്കാം. നിങ്ങൾ എല്ലാം പണ്ഡിതന്മാരായി ഇന്നത്തെ കാലത്ത്, എല്ലാം ബ്രഹ്മജ്ഞാനികളുമാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്റെ ഗുരുവിൽ നിന്ന് ഉപാസകനും ഉപാസനാമൂർത്തി ഒന്നാവും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ തന്നെയാണല്ലോ എന്നെ ഇത്ര കൃപയോടുകൂടി ആ യജ്ഞം ചെയ്യിപ്പിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ആ യജ്ഞത്തിന്റെ 2ാമത്തെ ദിവസത്തെ ഒരു അനുഭവം ഞാൻ പറയും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയത്തില്ല, ഭയമില്ലാതെ വരുന്നത് നിഷ്കളങ്കമായ മനസ്സുകൊണ്ട്. മൂന്നാമത്തെ ദിവസം നരസിംഹാവതാരമാണ്. പൊന്നമ്പരാൻ എന്നോട് പറഞ്ഞ, നാളെ നരസിംഹാവതാരമാണ്, വേഷമായിട്ട് നിവേദ്യം എല്ലാം ഉണ്ടാക്കണം. അപ്പൊ തമ്പുരാട്ടി പറഞ്ഞാൽ ശരിയാ. ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളും മകനുണ്ട്. മകൻ തുടർച്ചയായിട്ട് ഇരിക്കുന്നില്ല. ഇത്രയും ഈ 12 അധ്യായം വായിക്കണം. പൊന്നമ്പരാന്റെ മുന്നിലാണ്, നവരാത്രി മണ്ഡപത്തിലാണ് വായിച്ചു തീർക്കുന്നില്ല. എനിക്ക് ഒരു ഭയമില്ല, ആശങ്കയില്ല. കാരണം ഈ ഗുരുവിന്റെ സാന്നിധ്യത്തിന്റെ ശരീരത്തിൽ വരും മഹാസാന്നിധ്യം, നല്ല ധൈര്യം. അങ്ങ് പ്രശ്നമൊക്കെ തമ്പുരാന്റെ ഞാൻ അടിച്ചു വിടുക, പണ്ഡിത എന്നുള്ള പറ്റില്ല, എല്ലാം കിട്ടുവാണ്. അപ്പൊ എനിക്ക് ഒരുപാട് നരസിംഹമൂർത്തിയുടെ രൂപങ്ങൾ കൊണ്ടിട്ടാണ്. അതിൽ ചന്ദനത്തിന്റെ ഉണ്ട്, രക്തചന്ദനത്തിന്റെ ഉണ്ട്, ഇതെല്ലാം കൊണ്ട് തരും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഈ നാൽപ്പത്തെ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഘോരമായിട്ട് തോന്നുന്നു, ഇത് എങ്ങനെ വെച്ച് പൂജിക്കും? അത് വേണ്ടേ? അങ്ങനെ അത് വേണ്ട. കാരണം നരസിംഹമൂർത്തിയല്ല ഇവിടെ പത്മനാഭസ്വാമിയിൽ ഇരിക്കുന്നത്, ഇളവയുടെ ഭാഗത്ത്. എനിക്ക് അന്നത്തെ ദിവസം ഒരു വിഭ്രാന്തി തോന്നി, ഇതങ്ങനെ പൂജിക്കുന്നത്. അവരാണ് അമ്മ ഇഷ്ടമുള്ള എടുത്തു, ഇഷ്ടമായി വെച്ചു. പൂജ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളിപ്പാത്രം, വെള്ളിക്കിണ്ടി, വെള്ളി ചന്ദനം എല്ലാം വെള്ളിയാണ്. അവിടുത്തെ സ്റ്റോക്ക് റൂം തുറന്ന് എല്ലാം തമ്പുരാൻ എടുത്തിട്ടുണ്ട്. തമ്പുരാനെ ഇതെല്ലാം ശ്രദ്ധിക്കണ്ടേ, അതൊക്കെ കൂടെ ഒരു പരികർമ്മയുണ്ട്, അവൻ ശ്രദ്ധിച്ചോളാം, അമ്മ അതിലൊന്നും വിഷമിക്കണ്ട. അതൊക്കെ നടന്നത് ഗംഭീരമായ ഇത് ഈ നരസിംഹാവതാരമുണ്ട്. നരസിംഹാവതാരം അങ്ങോട്ട് തുടങ്ങുകയും ഭയങ്കര കാറ്റ് വന്നിട്ട് പത്മനാഭ ക്ഷേത്രത്തിന്റെ ഭാഗത്തല്ല ഇങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു വൃക്ഷമുണ്ട്, അവിടെ നിന്നൊരു കമ്പ് ചീന്തി താഴേക്ക് വരുവാണ്. ഒരു ഓട്ടോയുടെ മുകളിൽ വീഴ, ആരും മരിച്ചില്ല. മിനിറ്റ് നേരത്തേക്ക് ഭയങ്കര കൊടുങ്കാറ്റ്. ഒടുവിൽ നരസിംഹ സ്തുതി ചെയ്ത് നിവേദ്യമൊക്കെ കൊടുത്തിട്ട് ഞാൻ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി, എന്ന് പറഞ്ഞു. അപ്പൊ ഉദ്ദേശിച്ച് വിടുകയായിരുന്നു. അതൊരു വലിയ അനുഭവമാണ്. ഇത്ര ആത്മബന്ധം വരാൻ കാര്യമല്ല. നമ്മൾ പറഞ്ഞിടത്ത് വരുമ്പോഴേ ഞാൻ തന്നെ ഒന്ന് പറയാം, എനിക്ക് ഈ കൊട്ടാരമായിട്ട് വളരെ ആത്മബന്ധമുണ്ട്. ഞാൻ തിരുവിതാംകൂർ കൊട്ടാരം എന്റെ പൂർവികർക്ക്, അതായത് കാർത്തികപ്പള്ളി കൊട്ടാരം, പിന്നെ ചെമ്പകപ്പള്ളി കൊട്ടാരം, കരിമ്പാല കൊട്ടാരം, അനന്തപുരം കൊട്ടാരം,
ഞങ്ങളുടെ ദേശം തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ അധീനതയിൽ തന്നെയായിരുന്നു കാലമാണ്. ആ സമയത്ത് 1880 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് അഭയം കൊടുത്ത കുടുംബമാണ് എന്റെ അച്ഛന്റെ കുടുംബം. രാജ്യത്തെ ഒരുക്കിയവരല്ല. അദ്ദേഹത്തിന് കൊല്ലാനായി കെട്ടുപിടിപ്പിള്ളമാരിട്ട് ഓടിക്കുന്ന സമയത്ത് ഈ ചെമ്പകപ്പള്ളി കൊട്ടാരത്തിനകത്ത് പൂർവികര് ഇപ്പോഴും ആ ഒരു പ്രമാണത്തിന്റെ പേരതാ. ഞങ്ങൾക്ക് വേറെ ഭൂമിയൊക്കെ അമ്പലപ്പുഴ ദേശത്തുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന ഇവിടെയാണ്. അതിന്റെ മുന്നാധാരത്തില് ഇങ്ങനെയാണ്: രാജസേവ ചെയ്തതിന് പൂർവികർക്ക് അടിമ ഇനത്തിൽ കൊടുത്തിരിക്കുന്നതാണ് മതിലായ രേഖകളിൽ അച്ഛൻ കൊണ്ടുവന്നിട്ട് അച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് ആർക്കിയോളജിയിൽ നിന്നൊക്കെ എടുപ്പിച്ചു. അപ്പം അവർക്ക് കൊടുത്തതാണ്. അവിടെയാണ് ആദ്യത്തെ മാർത്താണ്ഡവർമ്മ തമ്പുരാനെ അഭയം കൊടുത്തതാണ്. അഭയം കൊടുത്തൊന്ന് തീർത്തെഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വായിക്കുന്നില്ല, സമയമില്ലല്ലോ. പിന്നെ അത് എഴുതുന്നുണ്ട്. അവിടുന്ന് ചരിത്ര അന്വേഷിയും അവിടുന്ന് ചരിത്രം എഴുതും. അവിടത്തേക്ക് ഞാനിത് തരുന്നുണ്ട് പിന്നീട്. അതുകൊണ്ട് രാജ്യഭാരം ഏറ്റപ്പോൾ ആദ്യം വന്നത് കാർത്തിപ്പള്ളിക്കാണ്. ആ കാർത്തിപ്പള്ളി കൊട്ടാരം തീവച്ച് കഴിഞ്ഞു. അത് പുതുക്കി തന്നു ഞങ്ങൾക്ക്. അതിന്റെ ഉടമസ്ഥർക്ക് കാർത്തിപ്പള്ളി പുതുക്കോയിക്കൽ കൊട്ടാരമാണ്. മാർത്താണ്ഡവർമ്മ തമ്പുരാൻ ആദ്യം ചെയ്ത അനുഗ്രഹം അതാണ്. ആ മണ്ണിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ പൂർവികർക്ക് ആ രക്തം രാജവംശത്തെ ഒറ്റുന്ന രക്തമല്ല, രാജ്യ സേവനത്തിന്റെയും പേട്രിയോട്ടിസത്തിന്റെയും, അത് എടുത്തു പറയണം, ദേശസ്നേഹത്തിന്റെ ആ രക്തത്തിൽ പറഞ്ഞാണ് ഞാൻ. എന്റെ അച്ഛനാണ് എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. നമ്മൾ തിരുവിതാംകൂർ കൊട്ടാരമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കണം. നമ്മൾ താമസിക്കുന്ന മണ്ണ് അടിമ ഇന എന്ന് പറഞ്ഞാണ് ആധാരത്തെ കാണുന്നത്. നമുക്ക് തന്നിരിക്കുന്ന അവരാണ് രാജ്യസേവനത്തിന്. അതുകൊണ്ട് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിനടുത്താണ് അമ്മ താമസിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാല് ഞാൻ വരേണ്ടതാണ്, ഇതിലേക്ക് വരേണ്ടതാണ്. അത് ഒരു കാര്യം. രണ്ടാമത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ മോനാ എന്റെ ഗുരു. തിരുവിതാംകൂർ കൊട്ടാരത്തിലെ തമ്പ്രാക്കന്മാരെ വിരണ്യം ചെയ്യുന്ന വംശത്തിലാണ് ഉള്ള ഗുരുവാണ് തമ്പ്രാക്കന്മാരെന്ന് അവരെയും പറയുന്നത്. അദ്ദേഹമാണ് എന്റെ നാവിലേക്ക് ഭാഗവതം തേച്ചത്. 2007 ഞാനിത് ചെയ്യും. പക്ഷെ 2004 എത്രയും പ്രിയപ്പെട്ട എന്റെ അശ്വതിരുനാൾ തമ്പുരാട്ടി നമ്മുടെ അവിടെ കാർത്തിയപ്പള്ളിയിൽ ഒന്നുമില്ലെന്ന്, അന്ന് ആശ്രമം ഒന്നും അവിടെ ഇല്ല. ആ മണ്ണിൽ വന്ന് ശ്രീമദ് ഭാഗവത സത്രം അവിടെ വന്ന് ആദ്യമായിട്ട് തെളിച്ച് ഉദ്ഘാടനം ചെയ്യുക. നമ്മൾ വിചാരിക്കും രാജവംശം എത്രയോ റോയലാണ്, ഇവരൊക്കെ വലിയ ഗർഭിഷ്ഠരല്ലേ, ഇവരൊക്കെ ഭക്തന്മാര് വിളിച്ചാൽ വരുമോ? തീർച്ചയായിട്ടും അത്രയ്ക്കും. ഇന്നിപ്പോ ആ ആശ്രമത്തിന് നല്ലൊരു പ്രസിദ്ധിയുണ്ട്. ഇദ്ദേഹത്തിന് എല്ലാവരും മരണമില്ലാത്ത യോഗി എന്ന് പറഞ്ഞ അടിക്കുക. ആ സ്ഥാനത്ത്, അതായത് ഒരു ചെറിയ ഒരു കളരി മാത്രമുള്ള സ്ഥാനത്ത് തമ്പുരാട്ടി വന്ന് യജ്ഞം ചെയ്യും. പിന്നീട് രണ്ടാമത് സ്വീകരണത്തിന് വിളിച്ചപ്പോഴും വന്നു. ഈ യോഗിയുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഈ യോഗിയുടെ ശ്രീചക്രം, യോഗദണ്ഡുകള്, കുറെ റൈറ്റപ്പുകള്, അപ്പൊ ഇതെല്ലാം കൂടെ ഒരു പൊതു സ്വത്താക്കി മാറ്റാൻ തമ്പുരാട്ടി ഒരു റൂം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. അതായത് കൊച്ചുങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ഇതുപോലുള്ള ചരിത്ര സംഭവങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുക. അവിടുത്തെ പടങ്ങളും ഒത്തിരി ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ അവിടുന്ന് അന്ന് വന്നപ്പോ ഒന്നുമില്ല, പത്മനാഭ, ശ്രീ പത്മനാഭ എന്നൊരു വിളി കാർത്തിപ്പള്ളി ദേശം മുഴുവൻ കേട്ടു. എന്തായാലും ഒരു സാന്നിധ്യ വിഷയം അവിടെ ഉണ്ട്.